ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. അഹമ്മദാബാദിൽ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടൻ സമീപത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ബോയിംഗ് 787 ഡ്രീം ലൈനർ തകർന്നു വീണത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു. ഒരു മലയാളിയും മരിച്ചു. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയാണ് മരിച്ചത്. മരണസംഖ്യ ഇപ്പോൾ 242 എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 242 പേരും വിമാനത്തിലുണ്ടായിരുന്നവരാണ്. 230 യാത്രക്കാർ, 12 ക്രൂ മെമ്പേഴ്സ്. ഇതുകൂടാതെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഏതാനും പേരും മരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആകെ മരണസംഖ്യ 242ലും കൂടുതലാകും. നേരത്തെ വ്യോമയാന സഹമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ ആകാശ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനമാണ് ദുരന്തത്തിൽപ്പെട്ടത്. വിമാനം തകർന്ന് 242 മരണം സംഭവിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. എങ്ങും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ഉള്ളത്. ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും മരിച്ചുവെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിവരം കിട്ടിയിരുന്നതാണ്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷമാണ് വന്നത്. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബോയിംഗ് 787 വിമാനമാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ തുടങ്ങിയിരുന്നു എങ്കിൽ പോലും ആരെയും രക്ഷിക്കുവാൻ സാധിച്ചില്ല.